1980 ഞാൻ വൈദിക പരിശീലനത്തിനായി ആദ്യമായി തൃശ്ശൂർ സെയിൻറ്റ് മേരീസ് മൈനർ സെമിനറി, തോപ്പ് സെമിനറി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ജൂബിലി മിഷൻ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ആ ക്യാമ്പസിലേക്ക് പോകുക. അന്ന് ഞങ്ങളുടെ റെക്ടറച്ഛൻ ജോർജ് മാനാടനച്ഛനാണ് ഞങ്ങളുടെ ആത്മീയ പിതാവായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപത്തെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി മാളിയേക്കിലച്ഛനാണ്. ആത്മീയ ഉപദേശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ലത്തീൻ ഭാഷ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വവും അന്ന് മോൺസിഞ്ഞോർ ആൻ്റണി മാളിയേക്കലിനുണ്ടായിരുന്നു. വളരെ വിശുദ്ധനായൊരു വൈദികനാണ് അദ്ദേഹം, ദിവംഗതനായി. ലത്തീൻ ക്ലാസ് ആരംഭിച്ചപ്പോൾ അദ്ദേഹം ബോർഡിൽ കുറിച്ചിട്ടു AMDG. ഞങ്ങളോട് ചോദിച്ചു ഇതെന്താണെന്നറിയാവോ? അപ്പോൾ ആർക്കും കൃത്യമായ ഉത്തരവൊന്നുമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആദ് മയോരം ദേയ് ഗ്ലോറിയ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോഴും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ AMDG ഓർത്തിരിക്കണം. കത്തെഴുതുമ്പോഴും അദ്ദേഹം അതിൻ്റെ മുകളിൽ ഏറ്റവും ആദ്യം എഴുതുന്നത് AMDG ആണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതെന്ന് ഓർക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു ചിന്ത ഇത്രയും ശക്തമായി നമ്മുടെ ഇടയിലേക്ക് നൽകിയത് ഇന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ പോകുന്ന വിശുദ്ധനാണ്. സൊസൈറ്റി ഓഫ് ജീസസ് SJ സമൂഹത്തിൻ്റെ പ്രാരംഭകനായ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയാണ് ഈ വിശുദ്ധൻ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവചരിത്രം നാം വായിക്കുമ്പോൾ അദ്ദേഹം 1491 സ്പെയിനിൽ ഒരു നോബിൾ കുടുംബത്തിൽ ഡോൺ ബെൽത്രാൻ്റെയും ഡോണ മരിയായുടെയും 13ാമത്തെ മകനായി ജനിച്ചു വീഴുന്നത്. 13 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് ഈ കുഞ്ഞ് ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പേ തന്നെ ഈ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മ ഈ ലോകം വിട്ടുപോയി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. വളരെ കുഞ്ഞുനാളിലെ തന്നെ അമ്മയുടെ അഭാവം ആ കുഞ്ഞിന് അനുഭവപ്പെട്ടെങ്കിലും ആ ഒരു വിടവ് നികത്താനായി തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു തട്ടാൻ കുടുംബത്തിലെ, ഒരു കൊല്ലപ്പണിയൊക്കെ ചെയ്യുന്ന കുടുംബത്തിലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടുത്തെ ആ അമ്മച്ചിയാണ് ഈ കുഞ്ഞിനെ പരിപാലിച്ചു വളർത്തിയത്. അന്ന് സ്പെയിനിലുള്ള ഏതൊരു കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ഡാൻസിലും പാട്ടിലും ആയോധന കലയിലുമൊക്കെ ഏറെ താല്പര്യത്തോടുകൂടെ ഈ കുഞ്ഞ് ഇഗ്നേഷ്യസ് വളരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഈ കലകളൊക്കെ അഭ്യസിച്ചിരുന്നു. തൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അംഗരക്ഷക സൈന്യത്തിലേക്ക്, രാജാവിൻ്റെ പടയാളികളുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സിദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം സൈന്യത്തിലേക്ക് എടുക്കപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവൻ യുദ്ധവും വിജയവും അതിനുശേഷം ലഭിക്കാനിരിക്കുന്ന സുഖസൗകര്യങ്ങളും ആഡംബര ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് 30ാമത്തെ വയസ്സിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലിന് വെടിയേറ്റ് ആശുപത്രിവാസം അനുഭവിക്കേണ്ടതായ സാഹചര്യമുണ്ടാകുന്നത്.
ആശുപത്രിയിൽ മറ്റൊന്നും ചെയ്യാനില്ലാതെ സ്വപ്നങ്ങൾ കണ്ട് കിടന്നിരുന്ന ഇഗ്നേഷ്യസ് വായിക്കാനായിട്ട് പുസ്തകങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട പുസ്തകങ്ങളിൽ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ജീവചരിത്രം, അത് വായിക്കാനായിട്ട് ലഭിച്ചു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും അതുപോലെയുള്ള വിശുദ്ധരുടെയും ജീവിതകഥകൾ വായിക്കാനിടയായി. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തി. ഈ വായനകളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴാണ് ഇഗ്നേഷ്യസ് ലയോളയുടെ മനസ്സിൽ ഒരു ചിന്ത ഇത്തരത്തിൽ ഉത്ഭവിച്ചത്. അവനും അവൾക്കും വിശുദ്ധരാകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായിക്കൂടാ? എന്നെ ശ്രവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളിന്ന് ഈ ലോകത്തിൽ പലരെയും കാണുമ്പോൾ, പല മോഡലുകളെ കാണുമ്പോൾ, താരങ്ങളെ കാണുമ്പോൾ, കായികാഭ്യാസികളെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം. എന്നാൽ ഇഗ്നേഷ്യസ് ലയോള ചിന്തിച്ചത്, എനിക്കെന്തുകൊണ്ട് ഈ വിശുദ്ധരെ പോലെ ഒരു വിശുദ്ധനായി ജീവിച്ചുകൂടാ? അതിന് തനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇഗ്നേഷ്യസ് ലയോളയിലെ ഒരു വലിയ മനപരിവർത്തനം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാളും പരിചയമൊക്കെ താൻ താമസിച്ചിരുന്ന ആ വീടിനടുത്തുള്ള മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയിൽ പോയി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് തൻ്റെ ജീവിതത്തിൽ താൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പാതയിലേക്കുള്ള ഒരു ചുവടുമാറ്റം അവിടെ നടത്തുന്നുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് നാം നടക്കുന്ന വഴിയിൽ നിന്ന് മാറി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയുള്ള ഒരു യാത്രയാണെന്ന്. അങ്ങനെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ വിശുദ്ധിയിലേക്കുള്ളൊരു യാത്ര ആരംഭിച്ചത്. ആദ്യം അദ്ദേഹം വിചാരിച്ചു, വിശുദ്ധ നാടുകളൊന്ന് പോയി സന്ദർശിക്കണം. സാധിക്കുകയാണെങ്കിൽ ജെറൂസലേമിൽ തന്നെ അവിടെ താമസിച്ച് അവിടെയുള്ള മനുഷ്യർക്ക് തൻ്റെ അനുഭവം പങ്കുവെച്ചു കൊടുക്കണം, ഈശോയെ പ്രഘോഷിക്കണം, അവിടെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം ജെറൂസലേമിലേക്ക് യാത്രയാകുന്നുണ്ട്. അവിടെ ചുറ്റി സഞ്ചരിച്ച് അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രേക്ഷിത ദൗത്യം അദ്ദേഹം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ കൂടി ഗൗരവമായ പഠനം ആവശ്യമാണ്. അങ്ങനെയാണ് 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പഠിക്കാനായിട്ട് വീണ്ടും ജെറൂസലേമിൽ നിന്ന് തിരിച്ച് സ്പെയിനിലേക്കും അവിടെ നിന്ന് പാരീസിലേക്കും അദ്ദേഹം വരുന്നത്. അവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പാരീസ് സർവകലാശാലയിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രൊഫസറായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, അന്ന് ഫ്രാൻസിസ് സേവ്യർ അവിടുത്തെ ഉജ്ജ്വലനായ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറായിരുന്നു. ആ പ്രൊഫസറിന് ഈ ഇഗ്നേഷ്യസ് ലയോളയെ അത്രയൊന്നും പിടിച്ചില്ല. കാരണം യുദ്ധത്തിൽ മുറിവേറ്റതിന് ശേഷം കാലിന് അല്പം നീളക്കുറവുള്ളതിൻ്റെ പേരിൽ അല്പം ഒന്ന് മുടന്തിയാണ് ഇഗ്നേഷ്യസ് ലയോള നടന്നിരുന്നത്. എപ്പോഴും ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിലാണ്. ആ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിനെ കാണുമ്പോൾ ഇപ്രകാരം ചോദിക്കുമായിരുന്നു, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആദ്യമൊന്നും ഈ ചോദ്യം യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും ഫ്രാൻസിസ് സേവ്യറിൽ ഉണ്ടാക്കിയില്ല എങ്കിലും പിന്നീട് ആ ചോദ്യം അദ്ദേഹത്തെയും അലട്ടാൻ തുടങ്ങിയപ്പോൾ, അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിലേക്കും പടരാൻ തുടങ്ങിയപ്പോൾ
അവരും വളരെ ഗൗരവമായിട്ട് ഇഗ്നേഷ്യസ് ലയോളയുടെ കൂടെ ചിന്തിക്കാൻ തുടങ്ങി, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പീറ്റർ ഫെയ്ബറിനെ പോലെയുള്ള കൂട്ടുകാരും ഒരുമിച്ച് അവർ 7 പേര് ഈ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് അവതരിപ്പിക്കാനുള്ള തീക്ഷ്ണതയോടുകൂടെ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അവർ പ്രഘോഷണം ആരംഭിച്ചു. അവരുടെ പ്രഘോഷണങ്ങൾ കേൾക്കാൻ ആളുകൾ വരാൻ തുടങ്ങി. പലരും സംശയദൃഷ്ടിയോടുകൂടെ അവരെ വീക്ഷിക്കാൻ തുടങ്ങി. ചില സന്ദർഭങ്ങളിൽ ഇവരെ തടവിലാക്കുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ ജർമ്മനിയിലും ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ ഈ പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ ആരംഭിച്ചൊരു കാലഘട്ടം. സഭയോട്, കത്തോലിക്ക സഭയോട് എതിർപ്പുള്ളവരുടെ സമൂഹങ്ങളൊക്കെ രൂപപ്പെട്ടു വന്ന മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള, കാൽവിനെ പോലെയുള്ള വ്യത്യസ്ത ചിന്താഗതിക്കാരുടെ പ്രബോധനങ്ങളൊക്കെ ആളുകൾ കേൾക്കുമ്പോൾ അതിനെതിരായിട്ട് ഇവരെ പഠിപ്പിക്കാനും ഇവരെ ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളായിട്ട് ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഇവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുകയും ഇവരുടെ ലക്ഷ്യം വളരെ സുതാര്യമാണെന്നും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ടാണ് ഈ ചെറുപ്പക്കാര് താല്പര്യമെടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവര് വൈദികരായി അഭിഷിക്തരാകാനായിട്ട് അവരെ അനുവദിക്കുന്നൊരു സാഹചര്യം സഭാതലത്തിലുണ്ടാവുകയാണ്. അതാണ് ഈശോ സഭയുടെ പ്രാരംഭത്തിൽ നമ്മൾ കാണുക. പീറ്റർ ഫെയ്ബറാണ് ആദ്യം അച്ഛനായത്. ആ പീറ്റർ ഫെയ്ബറിനോട് ചേർന്നുകൊണ്ട് ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവ്യറും അടങ്ങുന്ന 7 പേരുടെ സംഘം അങ്ങനെ ദാരിദ്ര്യവും കന്യാവ്രതവും അനുസരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ജീവിക്കാൻ ആരംഭിച്ചു. ഈ 3 വ്രതത്തോടൊപ്പം തന്നെ അവർ 4മതൊരു വ്രതം കൂടി കൂട്ടിച്ചേർത്തായിരുന്നു. മാർപ്പാപ്പമാരെ എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളതുകൂടി അവരുടെ ഒരു വ്രതമായി അവരെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. 1537 അന്നത്തെ മാർപ്പാപ്പ പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഇവരെ ഒരു സമൂഹമായിട്ട് അംഗീകരിക്കാനും ഇവരുടെ ആത്മീയ സാധനകളെ സഭയുടെ വളർച്ചയ്ക്കായും സഭയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ അവരെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി അവരെ അംഗീകരിക്കാനുമുള്ള ആ ഒരു തുറവി അവരുടെ മുൻപിൽ പങ്കുവെച്ചത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട്, അത് സൊസൈറ്റി ഓഫ് ജീസസ് SJ സമൂഹമായിട്ട് രൂപപ്പെട്ടു വരികയായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ആദർശ ലക്ഷ്യമായി, സ്ഥാപക സിദ്ധിയായി അവർ പറഞ്ഞു, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി ചെയ്യുക. ആദ് മയോരം ദെയ് ഗ്ലോറിയ. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് അവർ കണ്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നുള്ള ആ ഒരു സ്വഭാവ രീതി അവർ അഭ്യസിക്കാനായിട്ട് തുടങ്ങി. ഇഗ്നേഷ്യൻ രീതി എന്ന് പറയുമ്പോൾ ഇഗ്നേഷ്യസ് ലയോള ഈ സഭയ്ക്ക് നൽകിയ ആ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ധ്യാന രീതികളും അദ്ദേഹത്തിൻ്റെ ചിന്താസരണികളും നമുക്ക് ലഭ്യമായി. അദ്ദേഹം എഴുതിയ 25,000-ഓളം കത്തുകളും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക സരണിയും അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഒക്കെ ഈ ഇഗ്നേഷ്യൻ വേ ഓഫ് ലൈഫ്, ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ഇഗ്നേഷ്യസ് കാണിച്ചെന്ന മാർഗം എന്ന രീതിയിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ആ ഒരു ജീവിത ശൈലി സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അങ്ങനെയാണ് ഈ SJ സമൂഹം, സൊസൈറ്റി ഓഫ് ജീസസ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ പ്രേക്ഷിത ദൗത്യമായിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടിടയായത്. ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വന്നത്. ഇഗ്നേഷ്യസ് ലയോളയുടെ ആ ആത്മീയ നിറവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ അതിനുവേണ്ടി മാത്രം ഭാരത മണ്ണിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എത്തിച്ചേർന്നു. നമുക്ക്
നോമ്പ് കാലഘട്ടത്തിൽ പുത്തൻപാന വായിക്കുന്നവരാണ്. ഈ പുത്തൻപാന ചരിതം അത് നമുക്കായിട്ട് സംഭാവന ചെയ്തത് അർണോസ് പാതിരിയാണ്. ഈ അർണോസ് പാതിരി ഈ SJ സന്യാസ സമൂഹത്തിൻ്റെ ഒരു അംഗമായിരുന്നു. ഇവിടെ മലയാള ഭാഷയ്ക്ക് കൃത്യമായ ഒരു ശബ്ദതാരാവലി ആദ്യം നിർമ്മിച്ചു നൽകാനായിട്ട് ഈ അർണോസ് പാതിരി മുൻനിരയിലുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഭാഷാ പഠനത്തിന് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഈ SJ ഫാദേഴ്സിൻ്റെ, SJ സഹോദരന്മാരുടെ സേവനം ഇന്നും വളരെ കൃത്യമായ രീതിയിൽ സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും മുഴുവൻ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ഈ ഇഗ്നേഷ്യസ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? എങ്ങനെയാണ് ഇഗ്നേഷ്യസ് ഒരു വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മയൊക്കെ പ്രചോദിപ്പിക്കുന്നത്? ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയ ചരിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നീ വിശുദ്ധിയുടെ പാതയിലാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നിന്റെ മഹത്വത്തിനോ നിന്റെ നന്മയ്ക്കോ വേണ്ടിയിട്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായിട്ട് ചെയ്യുക. മാജിസ് എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുക. ആ ഒരു ആത്മീയത, എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ചെയ്യുന്ന പ്രവർത്തികളൊന്നും നമ്മെ മടുപ്പിക്കില്ല. രണ്ടാമതായിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയത കണ്ടംപ്ലേഷൻ ഇൻ ആക്ഷൻ. ധ്യാനം നമുക്ക് നല്ലതാണ്, പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ ധ്യാനവും പ്രാർത്ഥനയും നമ്മെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതായിരിക്കണം. അപ്പം അതുകൊണ്ട് നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തലങ്ങൾ സൂക്ഷിക്കാൻ നിനക്ക് കഴിയണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥനയിലൂടെ തെളിവാക്കപ്പെടുന്ന സഹോദര സ്നേഹമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിന്റെ യാമപ്രാർത്ഥനകളും നിന്റെ കൂട്ടായ പ്രാർത്ഥനകളും അന്ന് ആ കാലഘട്ടത്തിൽ സന്യാസ സമൂഹങ്ങളുടെ പ്രത്യേകമായ കാര്യസമായിട്ട് അവർ ഓറ എത്തിലബോറ, പ്രാർത്ഥനയും അവരൊരുമിച്ചുള്ള പ്രവർത്തനവും ജോലിയും എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇഗ്നേഷ്യസ് ലയോള വളരെ ശക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രവർത്തികളുടെ പിൻബലമുണ്ടാകണം. ആ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ എപ്പോഴും പ്രാർത്ഥനയുടെ ആ ഒരു നിറവ് നമുക്ക് അനുഭവിക്കാനും കഴിയണം. കോണ്ടംപ്ലേഷൻ ഇൻ ആക്ഷൻ, ആ ഒരു ചിന്ത അത് ഇഗ്നേഷ്യസ് ലയോള നമുക്കായിട്ട് പങ്കുവെച്ചതാണ്. ഇഗ്നേഷ്യൻ റിട്രീറ്റ് നമുക്കറിയാം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഇഗ്നേഷ്യൻ ധ്യാന രീതി എന്ന് പറയുമ്പോൾ 40 ദിവസത്തെ ധ്യാന രീതികൾ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് തരാറുണ്ട്. അത് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാനായിട്ട് ആ 10 ദിവസത്തെ ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കുമെങ്കിൽ പിന്നീട് വരുന്ന 10 ദിവസം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ആ 10 ദിവസം മാറ്റിവെക്കാറുണ്ട്. പിന്നീട് വരുന്ന 10 ദിവസം മൂന്നാം ഘട്ടത്തിൽ ഈശോയുടെ പീഡാനുഭവ മരണ അനുഭവങ്ങളെക്കുറിച്ച് അത് സ്വീകരിക്കാനായിട്ട്, സഹനാനുഭവങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദിനങ്ങളാക്കി മാറ്റാറുണ്ട്. അവസാനത്തെ 10 ദിവസം ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന 10 ദിനങ്ങൾ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയൊരു ഇഗ്നേഷ്യൻ റിട്രീറ്റ് അത് സഭയ്ക്ക് ഇഗ്നേഷ്യസ് ലയോള നൽകിയ വലിയ ഒരു സംഭാവനയായിട്ട് ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം നമുക്ക് ഏറെ പ്രചോദനാത്മകമായ ഒരു ജീവിതമായിട്ട് അനുഭവപ്പെടുന്നു. 1556 ജൂലൈ 31 തീയതിയാണ് ഈ വിശുദ്ധൻ തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത്. 1622 സഭ ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഓർമ്മകളും
ഇദ്ദേഹം സഭയ്ക്ക് നൽകിയ വലിയ പാഠങ്ങളും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ മാർപ്പാപ്പ SJ സഭാംഗമായ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നതും ഈ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഗൗദേത്തെ തെക്സുൽത്താത്തെ എന്ന് പറയുന്ന ആനന്ദിച്ചാഹ്ലാദിക്കുവനെന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയും, നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ദൈവിക ദൗത്യങ്ങൾ ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി നിർവഹിക്കുന്നതിലൂടെ, ദൈവമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ദൈവമഹത്വത്തിനായി നിർവഹിക്കുന്നതിലൂടെ വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നേറാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ പുറകിൽ ഈ ഇഗ്നേഷ്യൻ വേ ഓഫ് ലൈഫ്, വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ഈ ജീവിത ശൈലിയും രീതിയും അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, നമുക്കും ഈ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ മുറിവേറ്റൊരനുഭവം, വേദനിപ്പിക്കുന്നൊരനുഭവം, എപ്രകാരം അതിനെ ഒന്ന് പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് നമ്മെ പഠിപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ തന്നെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ സഹനാനുഭവങ്ങളും മുറിവാനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ദൈവം ഒരുക്കി തരുന്ന സഹനാനുഭവമാണ് ഇത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ഒരു സഹനാനുഭവത്തിലൂടെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ.